ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 15 ഞായറാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസപ്പ്, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവയിൽ ഉൾപ്പെടാത്ത മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിന് കൂടി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞൊരു വർഷമായി നടത്തിയ വിവിധ തരത്തിലുള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. വിഷൻ 2031 അവലോകന യോഗങ്ങളിലും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ നൽകി വരുന്നുണ്ട്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ്പ് പദ്ധതി പ്രകാരമുള്ള കാർഡുള്ളത്. ഇതിനു പുറമെ കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപയുടെ ചികിത്സയും വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ അധിക ചികിത്സയും ആനുകൂല്യവും ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, ഗാർഹിക ആവശ്യത്തിന് അനുവദിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ കർശന നടപടിയെന്ന് സർക്കാർ. ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കെതിരെ 1955 എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് പ്രകാരം സിലിണ്ടറുകൾ പിടിച്ചെടുത്ത് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. നിലവിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യതയിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്ന് സർക്കാർ അറിയിച്ചു. ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടറുകൾ ബന്ധപ്പെട്ട ഏജൻസികൾ വഴി വീടുകളിൽ എത്തിച്ച് വിതരണം നടത്തി വരുന്നുണ്ട്. യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായ ഭീതി പരത്തുന്ന തരത്തിലുള്ള വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രചാരണങ്ങളോ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. LPG വിതരണം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജില്ലാ, താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. ഗ്യാസ് ഏജൻസികൾ മുൻഗണനാക്രമം പാലിച്ചു മാത്രമേ സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധനയും സർക്കാർ ഏജൻസികൾ നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ തങ്ങളുടെ ഫോണിൽ ലഭിക്കുന്ന OTP നമ്പർ സിലിണ്ടർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൈമാറേണ്ടതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം നടത്തുമ്പോൾ ഗുണഭോക്താക്കളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുവാൻ പാടില്ല. കൂടാതെ LPG വിതരണം സംബന്ധിച്ച് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗ്യാസ് ഏജൻസികൾ കർശനമായി പാലിക്കുകയും വേണം. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചത്. പണം അക്കൗണ്ടുകളിലേക്ക് എത്തിയോ എന്നറിയാൻ PM കിസാൻ വെബ്സൈറ്റിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വഴി പരിശോധിക്കാവുന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് സ്റ്റാറ്റസ് വഴി, അതായത് DBT വഴി തുക കൈമാറുന്നതിനാൽ ഒന്നിലധികം ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതാണ്. പണം ലഭിക്കാത്തവർ പ്രധാനമായും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്തിട്ടുണ്ടോ എന്നും കൃത്യമായിട്ട് പരിശോധിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് കലാകാരന്മാർക്കുള്ള പെൻഷൻ ഇപ്പോൾ വളരെ ആകർഷകമാണ്. കാരണം 5000 രൂപയാണ് ഇപ്പോൾ ഈ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നത്. 2016 1000 രൂപ മാത്രമായിരുന്ന പെൻഷൻ പലവട്ടം കൂട്ടുകയും ഇപ്പോൾ 5000 രൂപയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. അർഹരായ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് അംഗത്വത്തിന് ഒരവസരം കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യോഗ്യരായവർ 2026 ഏപ്രിൽ 1 മുതൽ 3 മാസത്തിനകം 10 വർഷത്തെ അംശാദായം ഒന്നിച്ചടച്ച് അംഗത്വത്തിനായി അപേക്ഷിക്കണം. കലാകാര പെൻഷൻ ലഭിക്കാൻ കലാകാരക്ഷേമ നിധിയിൽ അംഗമാകേണ്ടതുണ്ട്. ഇതിന് ഓൺലൈനായും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ്. www.cwb.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം. ഇത് ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല. അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ഈ സേവനം ചെയ്ത് കിട്ടും. 50 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ ഫീസ് അക്ഷയ കേന്ദ്രത്തിൽ തന്നെ അടയ്ക്കുകയും ചെയ്യാം. അപേക്ഷകർക്ക് 60 വയസ്സ് പൂർത്തിയാവരുത്. 18നും 60നും ഇടയ്ക്ക് പ്രായമുള്ള യഥാർത്ഥ കലാകാരന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 50 രൂപ, SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ജനന തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയുടെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ്, കലാരംഗത്ത് നിന്നുള്ള രേഖകൾ അതായത് ലെറ്റർ ഹെഡുകൾ, ഷോ കാർഡുകൾ, ഫോട്ടോസ് മുതലായവയിൽ ഏതെങ്കിലും ഒന്ന്, കലാകാരനാണെന്ന് തെളിയിക്കുന്നതിനുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് മെമ്പർ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആരുടെ ഒന്നിൻ്റെ സാക്ഷ്യപത്രം. ഈ രേഖകളുമായി അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് ചെറിയ ഫയലുകളുമായി എല്ലാം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അക്ഷയയിലൂടെ നടപ്പാക്കാവുന്നതാണ്.